2013 ഇറങ്ങിയ അമേരിക്കൻ മിസ്റ്ററി ത്രില്ലർ ഫിലിമാണ് ദ ഹാർവെസ്റ്റ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മിസ്റ്ററിയാണ് ഈ സിനിമയിലുള്ളത്. വളരെ സിമ്പിളും അതേസമയം ദുരൂഹമായൊരു രഹസ്യം ഒളിഞ്ഞു കിടക്കുകയും ചെയ്യുന്ന സ്റ്റോറിയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഈ സിനിമയുടെ സ്റ്റോറിയിലേക്കും എക്സ്പ്ലനേഷനിലേക്കുമാണ് കടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു പ്ലേ ഗ്രൗണ്ടിൽ ഒരു കൂട്ടം കുട്ടികൾ ബേസ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കളിക്കുന്നതിൻ്റെ ഇടയിൽ ബോൾ നെഞ്ചത്ത് കൊണ്ട കാരണം ഫീൽഡിംഗ് ടീമിലെ ഒരു കുട്ടി ബോധം കെട്ടി വീഴുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന ഈ കുട്ടിയെ ഹോസ്പിറ്റലിലെ ഓപ്പറേറ്റിംഗ് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ വെച്ച് ഈ കുട്ടിയെ ഡോക്ടർമാർ സർജിക്കൽ ഓപ്പറേഷൻ ചെയ്യുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഈ കുട്ടിയുടെ അമ്മയോട് പറയുകയാണ്, നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ മകനിപ്പോൾ സുരക്ഷിതനാണ് എന്ന് പറയുകയാണ്. ഈ ഡോക്ടറുടെ പേര് കാതറിൻ എന്നാണ്. ഈ സിനിമയിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കാതറിൻ. ഹോസ്പിറ്റലിലെ വർക്കിന് ശേഷം കാതറിൻ അവളുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ അവളുടെ മകനെ കാണിക്കുന്നുണ്ട്. അവന്റെ പേര് ആൻഡി എന്നാണ്. അസുഖം ബാധിച്ച് ശരീരമാകെ തളർന്നിരിക്കുന്ന ഒരു കുട്ടിയാണ് ആൻഡി. ഈ വീട്ടിൽ അവൻ ആകെ ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ താമസിക്കുന്ന റൂമിന്റെ തൊട്ട് പുറത്തുള്ള ചോളം ചെടികളെ അവന് വളരെയധികം ഇഷ്ടമാണ്. ആ ചോളം ചെടികളെ നോക്കിയിരിക്കുന്നതും എക്സ്ബോക്സിൽ ബേസ്ബോൾ ഗെയിം കളിക്കുന്നതും മാത്രമാണ് ആൻഡിയുടെ ആകെ കൂടിയുള്ള വിനോദ മാർഗങ്ങൾ. ഇതാണ് ആൻഡിയുടെ ഫാദർ. ഇയാളുടെ പേര് റിച്ചാർഡ് എന്നാണ്. ഇയാൾ ഒരു നേഴ്സായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. ഇപ്പോൾ ഇയാൾ ജോലിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആൻഡിയെ ശ്രദ്ധിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞു വരുന്നത്. അടുത്തതായി കാണിക്കുന്നത് ഈ സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ്. ഇവളുടെ പേര് മേരി ആൻ എന്നാണ്. അച്ഛനും അമ്മയും മരണപ്പെട്ടതിനെ തുടർന്ന്, അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ഇവൾ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും കൂടെ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവരുടെ ഈ വീട് കാതറിന്റെ വീടിന്റെ വളരെ അടുത്ത് തന്നെയാണ്. ഗ്രാൻഡ് പാരൻസിന്റെ വീടിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി മേരിയാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെയാണ് അവൾ കാതറിന്റെ വീട് കാണുന്നത്. അവൾ കാതറിന്റെ വീടിന്റെ അടുത്തെത്തി ആൻഡി താമസിക്കുന്ന റൂമിന്റെ ജനലിനുള്ളിലൂടെ ആൻഡിയെ നോക്കുന്നു. ആൻഡി വിരല് ചൂണ്ടിയപ്പോൾ മേരിയാൻ അത് കണ്ട് പേടിച്ച് താഴേക്ക് വീഴുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം മേരിയാൻ വീണ്ടും അവിടേക്ക് വന്നുകൊണ്ട് ആൻഡിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ അവൾ ആൻഡിയെ പരിചയപ്പെടുകയാണ്. ആൻഡിയെ പരിചയപ്പെട്ട ശേഷം അവനോട് ചോദിച്ചുകൊണ്ട് മേരിയാൻ റൂമിന്റെ അകത്തേക്ക് വരികയാണ്. മേരിയാൻ ആൻഡിയോട് ഇങ്ങനെ പറയുകയാണ്, ഞാനിവിടെ വന്ന ശേഷം നീയാണ് എൻ്റെ ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയുകയാണ്. ഞാനിവിടെ ജീവിതകാലം മുഴുവൻ താമസിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ആദ്യമായി കിട്ടുന്ന സുഹൃത്ത് നീ മാത്രമാണ് എന്ന് ആൻഡി മേരിയാനോട് പറയുന്നു. നിനക്ക് നടക്കാൻ സാധിക്കുമോ എന്ന് മേരിയാൻ ചോദിക്കുന്നു. കാലുകൾ തളർന്നിരിക്കുന്നത് കൊണ്ട് നടക്കാൻ സാധിക്കില്ല, വീൽ ചെയർ ആണ് ഉപയോഗിക്കുന്നത്. അധികം താമസിയാതെ ശരീരത്തിന് ബലം വെക്കുകയാണെങ്കിൽ തീർച്ചയായും നടക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ആൻഡി പറയുന്നു. അതിനെ തുടർന്ന് ഇവർ രണ്ടുപേരും എക്സ്ബോക്സിൽ ബേസ്ബോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അവിടേക്ക് കാതറിൻ കടന്നു വരുന്നത്. മേരിയാനെ കണ്ട കാതറിൻ ആൻഡിയോട് ചോദിക്കുകയാണ്, ഇവൾ ആരാണ്, എങ്ങനെയാണ് ഇവള് അകത്തേക്ക് കടന്നു വന്നതെന്ന് ചോദിക്കുകയാണ്. ഇവള് നമ്മുടെ അയൽവാസിയാണ്, ഇവളുടെ പേര് മേരിയാൻ എന്നാണ്. ഞാൻ പറഞ്ഞിട്ടാണ് ഇവളിപ്പോൾ അകത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ആൻഡി കാതറിനോട് പറയുന്നു. വീടിന്റെ അകത്തേക്ക് കയറിയത് കാതറിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മേരിയാനെ മനസ്സിലാവുന്നു. അങ്ങനെ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. വന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ട് മേരിയാനെ പുറത്തേക്കാക്കുകയാണ് കാതറിൻ. അതിനെ തുടർന്ന് കാതറിൻ റിച്ചാർഡിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് റിച്ചാർഡിനോട് കാതറിൻ ദേഷ്യപ്പെടുന്നു. അടുത്ത ദിവസം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയ മേരിയാൻ ഉടനെ തന്നെ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കണ്ട മേരിയാന്റെ മുത്തശ്ശി പറയുകയാണ്, നീ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം, 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ഭക്ഷണം ശരിയാക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. മുത്തശ്ശിയോട് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് പോകുന്നു.
അതിനെ തുടർന്ന് അവൾ ആന്റിയുടെ വീട്ടിലെത്തിക്കൊണ്ട് ജനല് തുറന്നുകൊണ്ട് അവനോട് സംസാരിക്കുന്നു. പക്ഷേ ആന്റി മേരിയാനോട് പറയുകയാണ്, എന്റെ അമ്മയ്ക്ക് നീ ഇങ്ങനെ ജനലിനുള്ളിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് തീരെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ മേരിയാൻ ഇവരുടെ ഫ്രണ്ട് ഡോറിന്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് ഡോർബെൽ അടിക്കുന്നു. ഡോർബെൽ അടിച്ചതിനെ തുടർന്ന് റിച്ചാർഡ് വന്ന് വാതിൽ തുറക്കുന്നു. ആന്റിയെ കാണാൻ വേണ്ടി അകത്തേക്ക് വന്നോട്ടെ എന്ന് മേരിയാൻ ചോദിക്കുന്നു. ആന്റി ഉറങ്ങുകയാണ് എന്ന് റിച്ചാർഡ് പറയുന്നു. അല്ല, ഞാൻ അവനെ ജനലിനുള്ളിലൂടെ നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്, അവൻ ഉണർന്നിരിക്കുകയാണ് എന്ന് മേരിയാൻ പറയുന്നു. അങ്ങനെ റിച്ചാർഡ് അവളെ അകത്തേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കുന്നു. നിന്റെ സ്കൂൾ ബസ് ഇതുവഴി പോകുന്നത് ഞാൻ കേട്ടു, എങ്ങനെയുണ്ട് സ്കൂളൊക്കെ എന്ന് ആന്റി ചോദിക്കുകയാണ്. സ്കൂള് ഭയങ്കര ബോറിംഗ് ആണ് എന്ന് മേരിയാൻ പറയുന്നു. എനിക്കും റെഗുലർ സ്കൂളിൽ പോകണമെന്നും ബേസ്ബോൾ കളിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ അമ്മ ഒരിക്കലും എന്നെ അതിന് സമ്മതിക്കില്ല. ആ കാണുന്നത് എന്ത് ചെടിയാണ് എന്ന് മേരിയാൻ ചോദിക്കുന്നു. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചോളം ചെടികളാണ്. അവയെ നോക്കിയിരിക്കുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഹോബി. പക്ഷേ അവയിൽ പക്ഷികൾ വന്നിരുന്ന് കൊത്തി തിന്നാറുണ്ട്. പക്ഷികളെ ഓടിക്കാൻ വേണ്ടി ഗ്ലാസ്സിൽ കൈ തട്ടിക്കൊണ്ട് ശബ്ദമുണ്ടാക്കുകയാണ് ഞാൻ ചെയ്യുക. ഇത് കേട്ടപ്പോൾ മേരിയാൻ ആന്റിയോട് പറയുകയാണ്, നീ എങ്ങനെ കൈകൊണ്ട് ഗ്ലാസ്സിൽ തട്ടി ബുദ്ധിമുട്ടണ്ട, പക്ഷികളെ ഓടിക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു പേക്കോലം ഉണ്ടാക്കി വെക്കാം. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും എക്സ്ബോക്സിൽ ബേസ്ബോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റിച്ചാർഡ് അവർക്ക് കഴിക്കുന്നതിന് വേണ്ടി ജ്യൂസും ബിസ്ക്കറ്റും അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അടുത്ത ദിവസം മേരിയാൻ മുത്തച്ഛന്റെ പഴയ ജീൻസും ഷർട്ടും എടുത്തുകൊണ്ട് പേക്കോലം ഉണ്ടാക്കാൻ വേണ്ടി ആന്റിയുടെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ആന്റിയുടെ വീട്ടിലെത്തിയ അവൾ ഫ്രണ്ട് ഡോറിന്റെ ഡോർബെൽ അടിക്കുന്നു. പക്ഷേ ഡോറ് തുറക്കുന്നത് കാതറിനായിരുന്നു. കാതറിൻ അവളെ അകത്തേക്ക് അടക്കാൻ സമ്മതിക്കാതെ പെട്ടെന്ന് തന്നെ വാതിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനെ തുടർന്ന് മേരിയാൻ ആന്റി താമസിക്കുന്ന റൂമിന്റെ ജനലിന്റെ മുന്നിൽ വന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് പേക്കോലം ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കാതറിൻ ആന്റിയുടെ റൂമിലേക്ക് വരികയാണ്. മേരിയാൻ പുറത്തുണ്ട് എന്ന് കാതറിന് മനസ്സിലാവുന്നു. അവൾ ആന്റിയുടെ വീൽ ചെയർ പിടിച്ച് മാറ്റിക്കൊണ്ട് ആ ജനൽ അടച്ചിടുന്നു. അതിനെ തുടർന്ന് പുറത്തേക്ക് വന്നുകൊണ്ട്, എന്താടി നീ അവിടെ ചെയ്യുന്നത്, നീ വേഗം തന്നെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് മേരിയാനോട് കാതറിൻ പറയുകയാണ്. മേരിയാനെ അവിടുന്ന് പറഞ്ഞയച്ചതിന്റെ സങ്കടത്തിൽ ആന്റി കിടന്ന് കരയുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ കാതറിൻ ആന്റിയുടെ റൂമിലേക്ക് വരികയാണ്. ആന്റിയുടെ റൂമിലെത്തിയ ശേഷം അവൾ ജനലൊന്ന് തുറന്നു നോക്കുന്നു. ജനല് തുറന്നു നോക്കിയപ്പോഴാണ് പുറത്ത് ഒരു പേക്കോലം ഇരിക്കുന്നത് അവൾ കാണുന്നത്. അത് മേരിയാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേക്കോലമായിരുന്നു. അത് കണ്ട് ദേഷ്യം പിടിച്ച കാതറിൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവൾ മേരിയാന്റെ വീട്ടിലേക്ക് ചെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും മേരിയാനെ കുറിച്ച് പരാതിപ്പെടുകയാണ്. മുത്തശ്ശൻ കാതറിനോട് ഇങ്ങനെ പറയുകയാണ്, അവള് നിങ്ങളുള്ള ദേഷ്യമൊന്നുമല്ല കാണിക്കുന്നത്, അവളൊരു പുതിയ സ്ഥലത്തല്ലേ, അവളൊരു പുതിയ ഫ്രണ്ടിനെ കണ്ടെത്താൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എങ്ങനെ സീരിയസ് ആയി എടുക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ മകൻ ആന്റി മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഒരാൾ അവനുമായി സൗഹൃദത്തിലാവുന്നത് അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല എന്ന് കാതറിൻ മുത്തശ്ശനോട് പറയുന്നു. വളരെയധികം ദുഃഖമുണ്ട് നിങ്ങളുടെ മകന്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടതിൽ. ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇപ്പോഴും ഞങ്ങളെ വിട്ടുമാറിയിട്ടില്ല എന്ന് മുത്തശ്ശി കാതറിനോട് പറയുകയാണ്. അതിനുശേഷം മുത്തശ്ശി മേരിയാനോട് പറയുകയാണ്, നീ ഇനി ആന്റിയുടെ വീട്ടിലേക്ക് പോകരുത്, അവനൊരു വയ്യാത്ത കുട്ടിയാണ്, അവൻ്റെ അമ്മ അവനെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നീ അവിടെ ചെല്ലുന്ന അവർക്ക് അത്ര താല്പര്യമില്ല. നിനക്ക് ഫ്രണ്ട്ഷിപ്പ് ആവാനും കളിക്കാനൊക്കെ സ്കൂളിൽ ഒരുപാട് കുട്ടികളെ കിട്ടുമല്ലോ, അതുകൊണ്ട് നീ ഇനി അവരുടെ വീട്ടിലേക്ക് പോകരുത് എന്ന് മുത്തശ്ശി ഉപദേശിക്കുന്നു. അടുത്ത ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയ മേരിയാൻ പഴയ സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് തിരഞ്ഞു നോക്കിയപ്പോൾ ബേസ്ബോൾ കളിയിലെ കീപ്പർമാർ ഉപയോഗിക്കുന്ന ഗ്ലൗസ് അവൾക്ക് കിട്ടുന്നു. അത് അവളുടെ ഫാദർ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്നതാണ് എന്ന് ഗ്രാൻഡ് പാരൻസ് അവളോട് പറയുന്നു. അതിനെ തുടർന്ന് അവൾ ആന്റിയുടെ വീട്ടിലേക്ക് വരുന്നു. ആന്റിയുടെ റൂമിന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു. മേരിയാൻ അവളുടെ ബാഗ് എടുത്ത് ആന്റിക്ക് കൊടുത്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ ആവശ്യപ്പെടുന്നു. ബാഗ് തുറന്നു നോക്കിയപ്പോൾ ആന്റിക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കുറച്ചേരം പുറത്തുനിന്ന് കളിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. മേരിയാനോട് ആന്റി ആവശ്യപ്പെടുകയാണ് അകത്തേക്ക് ചെന്ന് അവന്റെ ഫോൺ എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. അതിനെ തുടർന്ന് മേരിയാൻ അകത്തേക്ക് ചെന്ന് ആന്റിയുടെ ഫോൺ എടുത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറത്ത് ബേസ്ബോൾ എറിഞ്ഞ് കളിക്കുകയാണ്.
കുറച്ച് സമയത്തിന് ശേഷം ആന്റിയുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അത് കാതറിനായിരുന്നു. കാതറിൻ ആന്റിയോട് പറയുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നു. എൻ്റെ അമ്മയാണ് വിളിച്ചത്, അമ്മ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, എന്നെ പെട്ടെന്നൊന്ന് എൻ്റെ റൂമിലേക്ക് എത്തിക്കുകയെന്ന് ആന്റി മേരിയാനോട് ആവശ്യപ്പെടുന്നു. മേരിയാൻ ഉടനെ തന്നെ ആന്റിയെ അവന്റെ റൂമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വിധത്തിൽ അവൾ ആന്റിയെ അവന്റെ റൂമിലേക്ക് എത്തിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കാതറിൻ അവിടേക്ക് വരുന്നത്. കാതറിൻ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് മേരിയാന് മനസ്സിലാവുന്നു. ഉടനെ തന്നെ അവൾ അവിടെ കണ്ടൊരു റൂമിലേക്ക് കയറി ഒളിച്ചു നിൽക്കുകയാണ്. കാതറിൻ അകത്തേക്ക് വന്നപ്പോൾ ആന്റിയുടെ ഫോണ് ചാർജറിൽ വെച്ചിരിക്കുന്ന അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. കാതറിൻ ആന്റിയുടെ റൂമിലേക്ക് ചെന്ന് അവനെ ശ്രദ്ധിക്കുന്നു. ആന്റി അപ്പോൾ ഉറക്കം അഭിനയിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇതേ സമയം മേരിയാൻ അവൾ ഒളിച്ചിരുന്ന റൂമിൽ കണ്ട സ്റ്റെപ്സിലൂടെ താഴേക്ക് ഡൗൺ സ്റ്റെയറിലേക്ക് ഇറങ്ങി വരികയാണ്. ഡൗൺ സ്റ്റെയറിലെത്തിയ അവൾ അവിടെ കണ്ട റൂമിലേക്ക് കയറുന്നു. അപ്പോഴാണ് അവൾ അവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഏകദേശം ആന്റിയുടെ അതേ പ്രായമുള്ള ഒരു ആൺകുട്ടി കോമാ സ്റ്റേജിൽ ബെഡിൽ കിടക്കുന്നത് അവൾ കാണുന്നു. അവൾ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിലൊന്ന് തൊട്ടു നോക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഒന്ന് അനങ്ങുന്നു. ഇത് കണ്ട് പേടിച്ച മേരിയാൻ അവളുടെ കൈ പെട്ടെന്ന് പിന്നിലേക്ക് ഒലിക്കുകയാണ്. അങ്ങനെ അവളുടെ കൈ തട്ടി ആ കുട്ടിയുടെ കയ്യിൽ കുത്തിവെച്ചിട്ടുണ്ടായിരുന്ന ബ്ലഡിന്റെ ട്യൂബ് താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് പേടിച്ച മേരിയാൻ ഉടനെ തന്നെ അടുത്തുള്ള റൂമിലേക്ക് കയറി ഒളിച്ചു നിൽക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കാതറിൻ അവിടേക്ക് വരുന്നു. കാതറിൻ അവിടെ വന്നുകൊണ്ട് ബെഡിൽ കിടക്കുന്ന കുട്ടിയെ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. അതിനെ തുടർന്ന് റിച്ചാർഡ് അവിടേക്ക് കടന്നു വരുന്നു. താഴെ വീണെടുക്കുന്ന ബ്ലഡിന്റെ ട്യൂബ് കണ്ട് റിച്ചാർഡ് കാതറിനോട് ചോദിക്കുകയാണ്, ഇതെന്ത് സംഭവിച്ചാണ് എന്ന് ചോദിക്കുകയാണ്. അതവൻ കൈ വലിച്ചപ്പോൾ താഴേക്ക് വീണതായിരിക്കാമെന്ന് കാതറിൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ലൊരു ലക്ഷണമാണ്. അവന്റെ കൈകൾക്ക് ബലം വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് റിച്ചാർഡ് പറയുന്നു. ഇത് കേട്ടപ്പോൾ കാതറിന് വളരെയധികം സന്തോഷമാവുകയാണ്. മേരിയാൻ ഇതെല്ലാം ഒളിഞ്ഞെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം റിച്ചാർഡും കാതറിനും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. മേരിയാൻ അങ്ങനെ അവിടുന്ന് പോവാൻ നിൽക്കുമ്പോഴാണ് അവിടെ അടുത്ത് 2 എക്സ്റേകൾ ഇരിക്കുന്ന അവൾ കാണുന്നത്. ഒരു എക്സ്റേയിൽ ആൻഡ്രൂ യങ് എന്ന് പേര് എഴുതിയിട്ടുണ്ട്, അടുത്തതിൽ ജേസൺ കിമാനിക് എന്നാണ് പേര് എഴുതി വെച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് മേരിയാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി നോക്കുന്നു. അങ്ങനെ ഒടുവിൽ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം കാതറിൻ ആന്റിയുടെ റൂമിലേക്ക് വന്നുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, ഞാനില്ലാത്ത സമയത്ത് ആരാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുന്നു. ആരും തന്നെ വന്നില്ല എന്ന് ആന്റി പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാണ് ഈ ഫോൺ എടുത്ത് ചാർജറിൽ വെച്ചതെന്ന് കാതറിൻ ചോദിക്കുന്നു. ഞാൻ തന്നെയാണ് ആ ഫോൺ എടുത്ത് ചാർജറിൽ വെച്ചതെന്ന് ആന്റി ഉത്തരം കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ കാതറിൻ ആ ഫോൺ എടുത്ത് ആന്റിയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് അവനോട് ഒന്നുകൂടി ആ ഫോൺ എടുത്ത് ചാർജറിലേക്ക് വെച്ച് കാണിച്ചു തരുവാൻ ആവശ്യപ്പെടുകയാണ്. എനിക്കതിനെ സാധിക്കില്ല എന്ന് ആന്റി കാതറിനോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ കാതറിന് ദേഷ്യം വരുന്നു. അവൾ ആന്റിയുടെ പുതപ്പെടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, നീയാണ് ഫോൺ എടുത്ത് ചാർജറിൽ വെച്ചെങ്കിൽ ഒന്നുകൂടി അതുപോലെ തന്നെ ചെയ്ത് കാണിക്കടാ എന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് അവൾ. സോറി എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ആന്റി. പക്ഷേ കാതറിന്റെ ദേഷ്യം അതുകൊണ്ടൊന്നും മാറിയില്ല. എക്സ്ബോക്സിന്റെ ജോയ്സ്റ്റിക്ക് എടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അത് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആന്റി തടയാൻ ശ്രമിക്കുമ്പോൾ അവൻ താഴേക്ക് വീഴുന്നു. അതിനെ തുടർന്ന് റിച്ചാർഡ് വന്ന് അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കാതറിനാകെ വയലന്റ് ആയിക്കൊണ്ട് റിച്ചാർഡിനെ തല്ലുകയാണ്. അവനൊരു ചീഞ്ഞ നുണയനാണ്, അവനെ തൊടുക പോലും ചെയ്യരുത് എന്നാണ് കാതറിൻ പറയുന്നത്. റിച്ചാർഡ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. നീ ആദ്യം തന്നെ ശരിക്കും പോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്ക്. എന്തിനാണ് വെറുതെ കിടന്നങ്ങനെ വയലന്റ് ആവുന്നത്? മേരിയാൻ ഈ വീട്ടിലേക്ക് വന്നെങ്കിൽ അത് ആന്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമല്ലേ? പിന്നെ അവനൊരു നുണ പറഞ്ഞു എന്ന് വെച്ച് ഒരിക്കലും അവനോട് ഇത്രയ്ക്കും മോശമായ രീതിയിൽ പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞ് റിച്ചാർഡ് കാതറിനെ ഉപദേശിക്കുകയാണ്. മേരിയാൻ വീട്ടിലേക്ക് വന്നതും രണ്ടുപേരും കൂടി ബേസ്ബോൾ എറിഞ്ഞ് കളിച്ച കാര്യമൊക്കെ ആന്റി റിച്ചാർഡിനോട് തുറന്നു പറയുന്നു. നീ വിഷമിക്കണ്ട, നീ തെറ്റായൊന്നും ചെയ്തിട്ടില്ല. നിന്റെ അമ്മയുടെ ദേഷ്യം മാറിയാൽ നമുക്ക് അവളെ ഇവിടേക്ക് തന്നെ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് റിച്ചാർഡ് ആന്റിയെ ആശ്വസിപ്പിക്കുകയാണ്.
എക്സ്റേയിൽ കണ്ട 2 പേരുകളും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ് മേരിയാൻ. അങ്ങനെയാണ് അവൾ 12 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ കാണുന്നത്. ജേസൺ കിമാനിക് എന്ന കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയപ്പോൾ കേദറിന്റെ വീട്ടിൽ കണ്ട കോമാ സ്റ്റേജിൽ ബെഡിൽ കിടക്കുന്ന കുട്ടി തന്നെയാണ് ജേസൺ കിമാനിക് എന്ന് മേരിയാൻ മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം റിച്ചാർഡ് കേദറിനോട് ചോദിക്കുകയാണ് ആൻഡിയുടെ ലിവറിന്റെ എത്രത്തോളം ഭാഗമാണ് അവന് ആവശ്യമായിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. ലെഫ്റ്റ് ലോബിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് വേണ്ടതെന്ന് കാതറിൻ റിച്ചാർഡിനോട് പറയുന്നു. നമുക്കിത് ഒഴിവാക്കിക്കൂടെ എന്ന് റിച്ചാർഡ് ചോദിക്കുന്നു. ഇപ്പോൾ ഇത് ഒഴിവാക്കുകയാണെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ അവൻ ജീവിച്ചിരിക്കില്ല എന്ന് കാതറിൻ റിച്ചാർഡിനോട് പറയുന്നു. അതിനെ തുടർന്ന് റിച്ചാർഡ് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് മുറ്റത്ത് കിടന്നിരുന്ന ബേസ്ബോൾ ബോള് കാതറിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവിടെ നിന്ന് ആൻഡിയുടെ റൂമിലേക്ക് എത്തിയ കാതറിൻ അവന്റെ റൂമിലിരിക്കുന്ന എല്ലാ കളിപ്പാട്ടങ്ങളും എടുത്ത് ഒരു വേസ്റ്റ് ബാഗിലേക്ക് എടുത്ത് ഇടുകയാണ്. ഇത് കണ്ട് ആൻഡി ചോദിക്കുകയാണ് എന്താ അമ്മയെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ കാതറിൻ അവളുടെ പോക്കറ്റിൽ നിന്ന് ബേസ്ബോൾ ബോൾ എടുത്തുകൊണ്ട് ആൻഡിയോട് ചോദിക്കുകയാണ് നിനക്ക് ബേസ്ബോൾ കളിക്കണോ, നിനക്ക് ബേസ്ബോൾ കളിക്കണോ, നിനക്ക് ബേസ്ബോൾ കളിക്കണോടാ എന്ന് ചോദിച്ച് ആ ബേസ്ബോൾ എടുത്ത് എക്സ്ബോക്സിന്റെ മോണിറ്റർ എറിഞ്ഞ് പൊട്ടുകയാണ്. അതിനുശേഷം കാതറിൻ പുറത്തേക്ക് വന്നുകൊണ്ട് ആൻഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോളം ചെടികൾ അടിച്ച് നശിപ്പിക്കുകയാണ്. ചെടികളെ ഒന്നും ചെയ്യരുത് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡി കരയുന്നു. നീ ഇനി എന്നോട് നുണ പറയോടാ എന്ന് പറഞ്ഞുകൊണ്ട് കാതറിൻ അവളുടെ ദേഷ്യം മുഴുവൻ ആ ചോളം ചെടികളുടെ മേലാണ് തീർക്കുന്നത്. ജേസൺ കിമാനിക്കിനെ കുറിച്ച് ഇന്റർനെറ്റിൽ കണ്ട ആർട്ടിക്കിൾ പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് മേരിയാൻ അത് മുത്തശ്ശന് കാണിച്ചു കൊടുക്കുകയാണ്. ആ ആർട്ടിക്കിൾ മുത്തശ്ശനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവള് നേരിട്ട് കണ്ട കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. പക്ഷേ മുത്തശ്ശനെ മേരിയാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വാസമായില്ല. ടൗണിലുള്ള മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയൊരു സ്ത്രീയുമായി റിച്ചാർഡിന് അവിഹിത ബന്ധമുണ്ട്. കാതറിനെ ഉപേക്ഷിച്ച് ഈ സ്ത്രീയുമായി മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറാൻ വേണ്ടി റിച്ചാർഡിനെ ഈ സ്ത്രീ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരിക്കലും ആൻഡിയെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് റിച്ചാർഡ് ഈ സ്ത്രീയോട് പറയുന്നു. അതിനുശേഷം റിച്ചാർഡ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കാതറിനാകെ വയലന്റ് ആയിക്കൊണ്ട് ആൻഡിയുടെ റൂം പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ റിച്ചാർഡ് കാതറിനോട് ചോദിക്കുകയാണ് നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അവൻ എന്നോട് സത്യം പറയാമായിരുന്നു, പക്ഷേ അവൻ ആ മേരിയാനെ സംരക്ഷിക്കാൻ വേണ്ടി എന്നോട് നുണ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കാതറിനാകെ വയലന്റ് ആയിക്കൊണ്ട് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നീ എന്തിനാണ് വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റിച്ചാർഡ് കാതറിന്റെ കയ്യിൽ നിന്ന് പെയിന്റ് അടിക്കുന്ന ബ്രഷ് പിടിച്ച് വാങ്ങുകയാണ്. അവൻ തെറ്റ് ചെയ്തു, പക്ഷേ നിങ്ങളപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല, അവനൊരു നുണയനാണ്, ചതിയനാണ് എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് കാതറിൻ റിച്ചാർഡിനോട് പറയുകയാണ്. അതിനെ തുടർന്ന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുള്ള കാര്യം റിച്ചാർഡ് കാതറിനോട് തുറന്നു പറയുകയാണ്. കൂടാതെ കാതറിനുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി ബുദ്ധിമുട്ടാണ് എന്നും തുറന്നു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ മകനും എന്താണ് ചെയ്യേണ്ടതെന്ന് കാതറിൻ റിച്ചാർഡിനോട് ചോദിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല എന്ന് റിച്ചാർഡ് പറയുന്നു. അതിനെ തുടർന്ന് കാതറിൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ് നമുക്ക് പഴയതുപോലെ ആയിക്കൂടെ, നിങ്ങൾ ചെയ്ത തെറ്റ് ക്ഷമിക്കുവാൻ ഞാൻ തയ്യാറാണ്, നമുക്ക് പഴയതുപോലെ ജീവിച്ചൂടെ, നമ്മുടെ മകന്റെ ലിവർ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നമുക്കിന്ന് ചെയ്യണ്ടേ എന്നൊക്കെ കാതറിൻ കരഞ്ഞുകൊണ്ട് റിച്ചാർഡിനോട് ചോദിക്കുകയാണ്. വളരെ ദയനീയമായ ഭാവത്തിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് എന്നാൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് റിച്ചാർഡ്. അന്ന് രാത്രി കാതറിന്റെ വീട്ടിൽ വളരെ രഹസ്യമായി ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയാണ്. അതായത് ആൻഡിയുടെ ലിവറിന്റെ ലെഫ്റ്റ് ലോബിന്റെ ഒരു പാർട്ട് എടുത്തുകൊണ്ട് കോമാ സ്റ്റേജിൽ ബെഡിൽ കിടക്കുന്ന ആ കുട്ടിക്ക് വേണ്ടി തുന്നിപ്പിടിപ്പിക്കുകയാണ് കാതറിൻ. അടുത്ത ദിവസം രാവിലെ റിച്ചാർഡ് വന്ന് ആൻഡിയുടെ ബെഡിന്റെ അരികത്തിരിക്കുകയാണ്. അപ്പോൾ ആൻഡി റിച്ചാർഡിനോട് പറയുകയാണ് എൻ്റെ വയറിന്റെ സൈഡ് ഭാഗത്ത് വളരെയധികം വേദനിക്കുന്നുണ്ട്, അതെന്താണെന്ന് ചോദിക്കുന്നു. ഇന്നലെ രാത്രി വളരെ അർജന്റായി നിനക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു, നിന്നെ ബോധം കെടുത്തിയാണ് ഓപ്പറേഷൻ ചെയ്തത്, അതുകൊണ്ടാണ് നീ അത് അറിയാതിരുന്നത് എന്ന് റിച്ചാർഡ് ആൻഡിയോട് നുണ പറയുകയാണ്. അതിനെ തുടർന്ന് ആൻഡിയുടെ വേദന മാറുന്നതിനുള്ള പെയിൻ കില്ലർ എടുക്കുന്നതിന് വേണ്ടി റിച്ചാർഡ് അകത്തേക്ക് പോവുകയാണ്. റിച്ചാർഡ് അകത്തേക്ക് പോയിരിക്കുന്ന ഈ സമയത്താണ് മേരിയാൻ അവിടേക്ക് വരുന്നത്. മേരിയാൻ വന്നുകൊണ്ട് ആൻഡിയോട് പറയുകയാണ് എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. എൻ്റെ ഫാദർ ഇവിടെ ഉണ്ട് എന്ന് ആൻഡി മേരിയാനോട് പറയുന്നു. ആ ഒരു സമയത്താണ്
അവിടേക്ക് ആരോ നടന്നു വരുന്ന ശബ്ദം മേരിയാൻ കേൾക്കുന്നത്. ഉടനെ തന്നെ അവൾ അവിടെ അടുത്തുള്ള റൂമിലേക്ക് കയറി ഒളിച്ചു നിൽക്കുന്നു. ഇതേ സമയം റിച്ചാർഡ് അവിടേക്ക് വന്നുകൊണ്ട് ആൻറ്റിക്ക് പെയിൻ കില്ലർ ഗുളിക കൊടുക്കുകയാണ്. ആൻറ്റിക്ക് പെയിൻ കില്ലർ ഗുളിക കൊടുത്ത ശേഷം റിച്ചാർഡ് അവിടെ നിന്ന് പോവുകയാണ്. റിച്ചാർഡ് അവിടെ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയ മേരിയാൻ ആൻറ്റിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. നിന്റെ വീടിന്റെ ബേസ്മെന്റിലുള്ള മുറിയിൽ നിന്റെ അതേ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി കോമാ സ്റ്റേജിൽ ബെഡിൽ കിടക്കുന്നുണ്ട്. ജേസൺ കിമാനിക് എന്നാണ് അവന്റെ പേര്. അവനെ നിന്റെ അച്ഛനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നതാണ് എന്ന് മേരിയാൻ ആൻറ്റിയോട് തുറന്നു പറയുന്നു. ആൻറ്റിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ശേഷം മേരിയാൻ അവിടെ നിന്ന് പോവുകയാണ്. അന്നത്തെ ദിവസം രാത്രിയിൽ ആൻറ്റി ഒരു വിധത്തിൽ ഡൗൺ സ്റ്റേഴ്സിലേക്ക് ഇറങ്ങുകയാണ്. ബേസ്മെന്റിലുള്ള മുറിയിലേക്ക് അവൻ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മുറിയിലേക്ക് അവൻ ഒരു വിധത്തിൽ ഇഴഞ്ഞു ചെന്ന ശേഷം അവിടെയുള്ള ഒരു ചെയറിലേക്ക് അവൻ കയറിയിരിക്കുകയാണ്. അങ്ങനെ അവൻ ആ കുട്ടിയെ ആദ്യമായി കാണുകയാണ്. അവൻ ആ കുട്ടിയോട് സംസാരിച്ചു നോക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ റിച്ചാർഡ് അവിടേക്ക് കടന്നു വരികയാണ്. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? വായോ, നമുക്ക് വേഗം തന്നെ മുകളിലേക്ക് പോവാം. നിന്റെ അമ്മ എങ്ങാനും ഇതറിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായി തീരുമെന്ന് റിച്ചാർഡ് ആൻറ്റിയോട് പറയുന്നു. ഈ കിടക്കുന്ന കുട്ടി ആരാണ്? എന്തിനാണ് നിങ്ങൾ എന്നോട് ഈ കാര്യം മറച്ചു വെച്ചത്? അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഏത് സമയവും അവൻ മരണപ്പെട്ടേക്കാം. അങ്ങനെ ഒരു നിർണായകമായ ഘട്ടത്തിലാണ് അവൻ ഇതുവരെ ജീവിച്ചു വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നിൽ നിന്ന് ഈ കാര്യം മറച്ചു വെച്ചത്. അവൻ എൻ്റെ സ്വന്തം സഹോദരനാണോ? അല്ല, അവൻ നിന്റെ സ്വന്തം സഹോദരനല്ല. അതിനെ തുടർന്ന് റിച്ചാർഡ് ആൻറ്റി അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ബെഡിൽ കിടക്കുന്ന കുട്ടിയുടെ ശരീരത്തിൽ കുത്തിവെച്ചിരിക്കുന്ന കോഡുകളെല്ലാം ആൻറ്റി കൈകൊണ്ട് വലിച്ച് താഴേക്കിടുകയാണ്. ഇത് കാതറിന്റെ ഫോണിലേക്ക് അലേർട്ട് ആവുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീച്ച കാതറിൻ ഉടനെ തന്നെ ഇവിടേക്ക് വരികയാണ്. കാതറിൻ അവിടെ വന്നുകൊണ്ട് ബെഡിൽ കിടക്കുന്ന കുട്ടിയെ പരിചരിക്കുകയാണ്. ഇത് കണ്ട ആൻറ്റി കാതറിനോട് ചോദിക്കുകയാണ്, ഇത് ആരാണ് അമ്മയെന്ന് ചോദിക്കുകയാണ്. ഇതെന്റെ മകനാണ് എന്ന് കാതറിൻ ആൻറ്റിയോട് പറയുന്നു. അപ്പോഴേക്കും റിച്ചാർഡ് ആൻറ്റിയെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനിടയിൽ ആൻറ്റി കാതറിനോട് വീണ്ടും ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ മകനാണെങ്കിൽ പിന്നെ ഞാൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അടുത്ത ദിവസം റിച്ചാർഡും കാതറിനും കൂടി ആൻറ്റിയുടെ ഹാർട്ട് എടുത്തുകൊണ്ട് ഇവരുടെ മകനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്പറേഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഹാർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ മകന്റെ ജീവൻ രക്ഷിക്കുന്നത് അത്ര നല്ലതല്ല. ഒരിക്കലും അവൻ മരിക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് റിച്ചാർഡ് കാതറിനോട് പറയുകയാണ്. അവൻ ഒരിക്കലും മരിക്കുന്നില്ല. സത്യത്തിൽ അവൻ നമ്മുടെ മകനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ മകനെ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് കാതറിൻ റിച്ചാർഡിനോട് പറയുന്നു. ഇതേ സമയം മേരിയാൻ ആൻറ്റിയുടെ റൂമിന്റെ പുറത്തു വന്നുകൊണ്ട് ജനല് തുറക്കാൻ നോക്കുന്നു. പക്ഷേ കാതറിന് ആ ജനല് പൂർണ്ണമായും ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവൾക്ക് ആ ജനല് തുറക്കാൻ സാധിക്കുന്നില്ല. അതിനെ തുടർന്ന് മേരിയാൻ ഫ്രണ്ട് സൈഡിലെ വാതിലൂടെ അകത്തേക്ക് കടന്നുകൊണ്ട് ആൻറ്റിയുടെ റൂമിലേക്ക് വരികയാണ്. ബേസ്മെന്റിലെ റൂമിലുള്ള കുട്ടിയെ ഞാൻ കണ്ടു എന്ന് ആൻറ്റി മേരിയാനോട് പറയുന്നു. അപ്പോൾ മേരിയാൻ ആൻറ്റിയോട് പറയുകയാണ്, നീ അവിടെ പോയി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിയെ നിന്റെ അച്ഛനും അമ്മയും കൂടി തട്ടിക്കൊണ്ടുവന്നതാണ് എന്ന് മേരിയാൻ പറയുകയാണ്. ഇതേ സമയം റിച്ചാർഡും കാതറിനും അവരുടെ കുട്ടിയുടെ അവസ്ഥ കുറച്ച് ഗുരുതരമായതിനെ തുടർന്ന് ആ കുട്ടി കിടക്കുന്ന റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇതേ സമയം മനസ്സിലാക്കിയ സത്യങ്ങളെല്ലാം ആൻറ്റി മേരിയാനോട് തുറന്നു പറയുകയാണ്. അവരെന്റെ മാതാപിതാക്കളല്ല, അവരുടെ യഥാർത്ഥ മകൻ ആ കുട്ടിയാണ്. ഞാനാണ് ജേസൺ എന്ന് ആൻറ്റി പറയുന്നു. ഇത് കേട്ട് മേരിയാൻ ആകെ ഞെട്ടിപ്പോവുകയാണ്. അതിനെ തുടർന്ന് മേരിയാൻ ആൻറ്റിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. ഇതേ സമയം ഹാർട്ട് മാറ്റിവെക്കുന്നതിന് വേണ്ടി ആൻറ്റിയെ ഇവിടേക്ക് കൊണ്ടുവരാൻ കാതറിൻ റിച്ചാർഡിനോട് ആവശ്യപ്പെടുകയാണ്. ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള മെഡിസിൻ സിറിഞ്ചിലേക്ക് എടുത്തുകൊണ്ട് റിച്ചാർഡ് അവിടേക്ക് വരുന്നു. റിച്ചാർഡിനെ കണ്ടപ്പോൾ മേരിയാൻ പറയുകയാണ്, അവനെ ഒന്നും ചെയ്യരുത്, അവനെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ എന്നെ അനുവദിക്കണം എന്ന് റിച്ചാർഡിനോട് പറയുന്നു. ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിക്കുകയാണ് റിച്ചാർഡ്. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് ചെയ്തത്. മകനോടുള്ള അന്ധമായ സ്നേഹം കൊണ്ട് മാത്രമാണ് നിന്നോട് ആ തെറ്റുകൾ ചെയ്യേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റിച്ചാർഡ് ആൻറ്റിയോട് മാപ്പ് ചോദിക്കുകയാണ്. അതിനെ തുടർന്ന് കയ്യിലുള്ള സൂചി എടുത്ത് റിച്ചാർഡ് ആൻറ്റിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇത് കണ്ട മേരിയാൻ റിച്ചാർഡിനെ തടയുകയാണ്. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് മേരിയാൻ ആ പ്രവൃത്തി തടയുന്നു. അവനിവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഊർജം കിട്ടണമെങ്കിൽ തീർച്ചയായും ഈ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിച്ചാർഡ് വളരെ വേഗത്തിൽ തന്നെ ആ ഇഞ്ചക്ഷൻ എടുത്ത് ആൻറ്റിക്ക് കുത്തിവെക്കുകയാണ്.
ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം അവിടെ കിടന്നിരുന്ന ഓക്സിജൻ സിലിണ്ടർ എടുത്തുകൊണ്ട് റിച്ചാർഡ് ജനല് തല്ലി പൊളിക്കുകയാണ്. ജനല് തല്ലി പൊളിക്കുന്നതിന്റെ ശബ്ദം കാതറിൻ കേൾക്കുന്നു. ഇവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളൂ എന്ന് റിച്ചാർഡ് മേരിയാനോട് പറയുന്നു. അവിടെ കിടന്നിരുന്ന ഒരു അർബാന ട്രോളിയിലേക്ക് ആൻഡിയെ വെച്ചുകൊണ്ട് മേരിയാൻ അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതിനെ തുടർന്ന് കാതറിൻ അവിടേക്ക് വന്നുകൊണ്ട് റിച്ചാർഡിനോട് ചോദിക്കുകയാണ്, അവൻ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റിച്ചാർഡ് കാതറിനോട് പറയുകയാണ്, അവൻ പോയി, അവൻ രക്ഷപ്പെട്ടോട്ടെ, നീ വിഷമിക്കണ്ട, അവൻ രക്ഷപ്പെട്ടോട്ടെ എന്ന് റിച്ചാർഡ് പറയുന്നു. അങ്ങനെ അവൻ പോയാൽ നമ്മുടെ മകൻ മരിച്ചു പോയില്ലേ എന്ന് കാതറിൻ ചോദിക്കുന്നു. നമ്മുടെ മകൻ ഓൾറെഡി മരിച്ചു പോയിരിക്കുന്നു, അത് നമ്മൾ തിരിച്ചറിയണം. കാലങ്ങൾക്ക് മുന്നേ തന്നെ അവൻ മരണപ്പെട്ടതാണ്. ഇപ്പോൾ അവനൊരു ജീവശവം മാത്രമാണ്. ജേസൺ കിമാനിക്കിനെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടോട്ടെ, അതാണ് നല്ലത് എന്ന് റിച്ചാർഡ് കാതറിനോട് പറയുകയാണ്. അതിനെ തുടർന്ന് കാതറിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന സിറിഞ്ച് എടുത്തുകൊണ്ട് റിച്ചാർഡിന്റെ കഴുത്തിലേക്ക് കുത്തുകയാണ്. കാതറിൻ പുറത്തേക്ക് വന്നുകൊണ്ട് ആൻഡിയെയും മേരിയാനെയും കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം ബോധം പോകുന്നതിന് മുമ്പ് ബേസ്മെന്റിലെ റൂമിലേക്ക് വന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്പിരിറ്റ് എടുത്ത് ആ റൂമിലാകെ ഒഴുക്കിയാണ് റിച്ചാർഡ്. മേരിയാൻ ആൻഡിയെ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാതറിൻ അവരെ കാണുന്നു. കാതറിൻ അവിടേക്ക് വന്നുകൊണ്ട് ആൻഡിയോട് പറയുകയാണ്, നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ, നീ എങ്ങനെയാണോ അവിടേക്ക് പോയത് അതുപോലെ തന്നെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ എന്ന് പറയുകയാണ്. ഇതേ സമയം കോമാ സ്റ്റേജിൽ കിടക്കുന്ന കുട്ടിയുടെ വെന്റിലേറ്ററും കോഡുകളും എല്ലാം തന്നെ അഴിച്ചു കളയുകയാണ് റിച്ചാർഡ്. അത് കാതറിന്റെ മൊബൈൽ ഫോണിലേക്ക് അലേർട്ട് ആവുകയാണ്. ഉടനെ തന്നെ കാതറിൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇതേ സമയം ഒരു തീപ്പെട്ടി എടുത്ത് കത്തിച്ച് താഴെ ഒഴിച്ചിരിക്കുന്ന സ്പിരിറ്റിലേക്ക് ഇടുകയാണ് റിച്ചാർഡ്. ആ റൂമിന് തീയിട്ട ശേഷം അയാൾ ആ കുട്ടിയുടെ അടുത്ത് വന്ന് കിടക്കുകയാണ്. കാതറിൻ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുന്നു. അവൾ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതിനെ തുടർന്ന് അവൾ ബേസ്മെന്റിലെ റൂമിലേക്ക് എത്തുന്നു. ശ്വാസം നിലച്ച് മരിച്ചിറക്കുന്ന മകനെയും തൊട്ടടുത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്ന റിച്ചാർഡിനെയുമാണ് കാതറിൻ അവിടെ കാണുന്നത്. ഈ കാഴ്ച കണ്ട് ചങ്ക് തകർന്നു പോയ കാതറിൻ സങ്കടത്തോടെ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അടുത്തതായി കാണിക്കുന്ന ഈ സിനിമയിലെ അവസാനത്തെ സീനാണ്. ഈ സീനിൽ ഒരു കൂട്ടം കുട്ടികൾ പ്ലേ ഗ്രൗണ്ടിൽ ബേസ്ബോൾ കളിക്കുകയാണ്. ബാറ്റിംഗ് ടീമിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് മേരിയാനാണ്. ഫീൽഡിംഗ് ടീമിലെ പയ്യൻസ് ബോൾ എടുത്ത് എറിയുന്നു. മേരിയാൻ അത് മുകളിലേക്ക് അടിക്കുന്നു. അങ്ങനെ മുകളിലേക്ക് പോയ ബോള് ഒരു കുട്ടി ക്യാച്ച് എടുക്കുകയാണ്. ആ കുട്ടി വേറെ ആരുമല്ല, ആ കുട്ടിയാണ് ആൻഡി. അതായത് മേരിയാൻ കാതറിന്റെ വീട്ടിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോയ ജേസൺ കിമാനിക്കാണ് ആ കുട്ടി. ഇത് കണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും വളരെ സന്തോഷത്തോടുകൂടി ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. ഹേ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. ഇനിയും ത്രില്ലർ ഫിലിംസിന്റെ സ്റ്റോറിയും എക്സ്പ്ലനേഷനും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ ത്രില്ലർ ഫിലിമുമായി വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.